കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടത്തിനായുള്ള വ്രതസംഘം മനേക്കരയിലെ മനത്താനത്ത് സങ്കേതത്തിൽ പ്രവേശിച്ചു. വി കെ ദേവദാസ് മൂപ്പന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി സങ്കേത പ്രവേശനം നടത്തിയത്. ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ആത്മീയ ഭാവം നിറഞ്ഞിരുന്നു. ജൂൺ 5-നാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുക. അവിടെ ഇളനീർ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ഭാഗമായ ഇളനീരാട്ടത്തിന് നേതൃത്വം നൽകും. വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി സംഘം നിശ്ചിത ദിവസങ്ങളോളം കർശനമായ ചിട്ടകളും ആത്മീയാനുഷ്ഠാനങ്ങളും പാലിച്ചായിരിക്കും കഴിയുക. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സങ്കേതങ്ങളിൽ തണ്ണീർക്കുടിയോടുകൂടിയ വ്രതാരംഭം. തലമുറകളായി തുടരുന്ന ഈ ആചാരം ഭക്തി പാരമ്പര്യത്തിന്റെ അപൂർവ പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നു. മനേക്കര മനത്താനത്ത് സങ്കേതം ഇളനീർ സമർപ്പണത്തിനായുള്ള വ്രതപരമ്പരയിൽ നൂറ്റാണ്ടിന്റെ നിറവിലെത്തിയിരിക്കുന്നതും ഈ വർഷത്തെ ചടങ്ങുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതുമാണ്. പൂർവികർ കൈമാറിയ വിശ്വാസാചാരങ്ങളെ അതേ ഭക്തിയോടും ചിട്ടയോടും കൂടി ഇന്നത്തെ തലമുറ തുടരുന്ന കാഴ്ചയാണ് ഇവിടെ വീണ്ടും സാക്ഷ്യമായത്. സങ്കേതത്തിൽ ഭക്തരെത്തി വ്രതസംഘത്തിന് ആശംസകൾ നേർന്നു. പരമ്പരാഗത ചടങ്ങുകളും പ്രാർത്ഥനകളും തണ്ണീർക്കൂടിയും നടന്നതോടെ മനത്താനത്ത് സങ്കേതം വീണ്ടും ആത്മീയ ഉണർവിലേക്ക് കടന്നു.